ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇതുപോലത്തെ മെഡിസിൻ ബോക്സ് ഉണ്ടാവില്ല നമ്മുടെ വീട്ടിൽ. ഇത് ഉപയോഗിച്ചിട്ടുള്ള 2 അടിപൊളി ക്രാഫ്റ്റുകളാണ്. വീഡിയോ മുഴുവൻ കണ്ടു നോക്കാൻ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതും കൂടി ക്ലിക്ക് ചെയ്യാം കേട്ടോ. ആദ്യമായിട്ട് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു ബോക്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ സംഭവം എന്താണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, അതൊരു സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ. എന്തായാലും ഉണ്ടാക്കി വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാതിരിക്കില്ല. അപ്പോൾ ഈ ഒരു ബോക്സിൻ്റെ മുകളിൽ ഓപ്പൺ ആയിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. പിന്നെ ഈ ബോക്സിൻ്റെ അളവ്, അതായത് അതിൻ്റെ ഹൈറ്റ് ഉണ്ടല്ലോ, അത് എത്ര എടുക്കണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാനിപ്പോൾ ഈ ഫുൾ ബോക്സും യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്കിതിൻ്റെ ഈ അടിഭാഗം ഉണ്ടല്ലോ ബോക്സിൻ്റെ, അത് ഒന്നും കൂടിയും ഉറപ്പിലിരിക്കാൻ വേണ്ടിയിട്ട് വേറൊരു പീസ് കാർഡ്ബോർഡ് നമ്മൾ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മളിതിൻ്റെ അടിയിലേക്ക് നേരെ ഇറക്കി വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. എന്തെങ്കിലും പേനയോ പെൻസിലോ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതവിടെ നന്നായിട്ട് ഒട്ടിയിരുന്നോളും. ഒന്നുകൂടി നല്ലൊരു ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിൻ്റെ പുറമേ കൂടെ നമ്മുടെ സെല്ലോ ടേപ്പും കൂടിയും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ആൻഡ് ലാസ്റ്റായിട്ട് നമ്മൾ വേറൊരു പീസ് കാർഡ്ബോർഡ് ഇതിൻ്റെ അടിയിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് വിട്ടുപോരെന്നുള്ളൊരു ടെൻഷനൊന്നും വേണ്ട കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ ബോക്സും നല്ല ഭംഗിയിലൊന്ന് കവർ ചെയ്തെടുക്കുക. നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. അങ്ങനെ ഈ ബോക്സ് മുഴുവനായിട്ടും നമ്മൾ കവർ ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേറൊരു 2 പീസ് കാർഡ്ബോർഡും കൂടി വേണം. അത് രണ്ടും സെയിം അളവിലുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അളവൊന്നും ഞാൻ പറയാത്തതിൻ്റെ കാരണം നമ്മളുടെ എല്ലാവരുടെ കയ്യിലും ഒരേപോലത്തെ കാർഡ്ബോർഡ് ബോക്സ് ആയിരിക്കില്ലല്ലോ ഉണ്ടായിരിക്കുക. അപ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ള കാർഡ്ബോർഡ് പീസസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഒരളവിൽ എടുക്കുക, അത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് അളവൊന്നും നമുക്ക് ഇതിന് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ചെയ്തു വരുമ്പോൾ തന്നെ മനസ്സിലാവും. ഇനി ഈ 2 പീസും ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ സെല്ലോ ടേപ്പ് വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിക്കേണ്ടത് എന്തിനാണെങ്കിൽ അത് ഫ്ലെക്സിബിൾ ആയിട്ടിരിക്കാൻ, നമ്മൾ ഇതേപോലെ മടക്കുമ്പോൾ ഫ്ലെക്സിബിൾ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിക്കുന്നത്. ഇനി ഇതും നല്ല ഭംഗിയുള്ള ഒരു കളർ പേപ്പർ വെച്ചിട്ട് നമ്മളൊന്ന് കവർ ചെയ്തെടുക്കണം കേട്ടോ. അതിന് മുന്നായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാനുണ്ട്. നമ്മൾ എടുത്തിരിക്കുന്ന ബോക്സിൻ്റെ മുകളിലേക്ക് കറക്റ്റ് പാകത്തിനുള്ള വേറൊരു പീസ് കാർഡ്ബോർഡും കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ പുറത്തേക്ക് തള്ളി നിൽക്കാനായിട്ട് പാടില്ല. കറക്റ്റ് നമുക്ക് അതിൻ്റെ മുകളിൽ ഒട്ടിക്കാൻ പാകത്തിനുള്ള ഒരു പീസാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ ഒരു ഷേപ്പിൽ വരച്ചു കൊടുത്തിട്ട് നമ്മൾ ആ ഭാഗം കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇതും നല്ല ഭംഗിയിലൊന്ന് കവർ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളിത് നേരെ ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച കാർഡ്ബോർഡ് പീസ് ഉണ്ടല്ലോ, അതിനും നമ്മൾ ഈ സെയിം അളവിൽ തന്നെ ഹോൾ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഇതൊരു മേൽക്കൂര പോലെ, നമ്മുടെ വീടിൻ്റെയൊക്കെ മേൽക്കൂരയില്ലേ, ആ ഒരു ഷേപ്പിലാണ് ഈ പീസ് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ അതേപോലെ വെച്ച് നോക്കിയിട്ട് ആ ഹോള് എവിടെയാണ് വരാമെന്ന് ഏകദേശം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി അവിടെയാണ് നമ്മൾ ഹോൾ ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ ഹോൾ ഉണ്ടാക്കിയതിന് ശേഷം നല്ല ഭംഗിയിലൊന്ന് കവർ ചെയ്തെടുക്കുക. അപ്പം ഞാനത് അവിടെ മാറ്റി വെച്ചേക്കാണ് കേട്ടോ. ഇനി ഞാൻ വേറൊരു കാർഡ്ബോർഡ് പീസും കൂടി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഗ്രീൻ കളർ പേപ്പർ വെച്ചിട്ടാണ് കവർ ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് നമ്മുടെ ഈ ബോക്സിൻ്റെ അടിയിൽ ഒട്ടിച്ചു കൊടുക്കാനുള്ളതാണ്. ഇനി ഒന്നുകൂടി ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ വേറെ ഏതെങ്കിലും ഒരു കളർ പേപ്പർ എടുക്കാം. എന്നിട്ട് ഈ ഒരു ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളിതിൻ്റെ 4 സൈഡിലും ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഫോം ഷീറ്റാണ് കേട്ടോ. ഞാൻ കളർ പേപ്പറിൻ്റെ പകരം ഫോം ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. കളർ പേപ്പർ ആയാലും കുഴപ്പമൊന്നുമില്ല. ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ വീടിൻ്റെ മേൽക്കൂര പോലെ ഒരു സംഭവം ഉണ്ടാക്കിയില്ലേ, അതിൻ്റെ സൈഡിൽ ഒട്ടിക്കാനായിട്ട് ഇതേപോലെ നമ്മൾ വരച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് വരുന്ന ഭാഗം ഉണ്ടല്ലോ, അതാണ് നമ്മൾ ഇത് അടിഭാഗത്ത് ഒട്ടിച്ചു കൊടുത്തത് കേട്ടോ. ഞാൻ പറയണേക്കാളും നിങ്ങൾക്കത് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഒരു പ്രാവശ്യം കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ 2 ഷേപ്പിലും കിട്ടും. അതാണ്
അപ്പോൾ അതുപോലെ തന്നെ ഞാൻ വേറൊരു ഗ്രീൻ കളർ പേപ്പറിലും കൂടി ഈ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ബോക്സിൻ്റെ ഈ അടിഭാഗത്ത് 4 സൈഡിലും ഒട്ടിച്ചു കൊടുക്കാം. വീടിൻ്റെ ഒരു വാതിൽ പോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി നമ്മൾ ഒട്ടിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അലങ്കാരപ്പണികളൊക്കെ. ബാക്കി നമുക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനൊക്കെ ചെയ്ത് നോക്കുക. അടുത്തതായിട്ട് നമ്മൾ ഈ ബോക്സ് നമ്മുടെ ആ ഗ്രീൻ കളർ കാർഡ്ബോർഡ് പീസ് ഉണ്ടല്ലോ അതിലേക്ക് നേരിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. അവസാനമായിട്ട് നമ്മുടെ വീടിൻ്റെ മുകൾ ഭാഗം ഒട്ടിക്കാനായിട്ട് ഞാൻ ഫെവി ബോണ്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഫെവി ബോണ്ട് ഫെവിക്കോളോ ഏതാണെന്ന് യൂസ് ചെയ്യാം. അപ്പോൾ അത് 2 സൈഡിലും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മളിത് നേരെ ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാം. ഏത് കമ്മി യൂസ് ചെയ്യാലും നമ്മൾ കുറച്ച് നേരം ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കണം അവിടെ നന്നായിട്ട് ഒട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ ഹോൾ ഉണ്ടല്ലോ അത് രണ്ടും സെയിം സ്ഥലത്ത് തന്നെയല്ലേ വരുന്നതെന്ന് നമ്മൾ ഒട്ടിക്കുന്ന നേരത്തൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഫോം ഷീറ്റ് ഉണ്ടല്ലോ അത് നമ്മൾ ഇതിൻ്റെ 2 സൈഡിലും ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. സംഭവം ഇപ്പം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും അല്ലേ? നേരത്തെ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മളൊരു അടിപൊളി കോയിൻ ബോക്സ് ആണ് നമ്മൾ ഉണ്ടാക്കിയത്. കുട്ടികൾക്കൊക്കെ പറ്റിയ നല്ലൊരു കാശ് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ 2 സൈഡൊന്നും ബ്ലാങ്ക് ആയിട്ട് എടുക്കല്ലേ. അപ്പോൾ ഞാൻ അവിടെ ഒരു വിൻഡോ പോലെ വരച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ക്രാഫ്റ്റ്. അപ്പോൾ ഇതിൻ്റെ യൂസസ് ഒക്കെ നമുക്ക് ലാസ്റ്റ് നോക്കാം കേട്ടോ. നമുക്ക് അടുത്തതും കൂടി ഉണ്ടാക്കണ്ടേ, അതെന്തുട്ടാന്ന് നോക്കാം. നമ്മുടെ അടുത്ത മെഡിസിൻ ബോക്സ് ഞാൻ ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അതിൻ്റെ അടിഭാഗത്ത് വേറൊരു പീസും കൂടി കട്ട് ചെയ്തെടുത്തിട്ട് ഒട്ടിച്ച് വെച്ചേക്കാണ്. ഒന്നുകൂടി ഒരു ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ സെല്ലോ ടേപ്പും വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അടുത്തത് ഇത് കവർ ചെയ്തെടുക്കലാണ്. അപ്പോൾ ഞാനിവിടെ ഗ്ലിറ്റർ ഫോം ഷീറ്റ് വെച്ചിട്ടാണ് ഇത് മുഴുവനും കവർ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ 3 സൈഡും പിന്നെ ഇതിൻ്റെ അടിഭാഗവും മാത്രമേ കവർ ചെയ്തെടുക്കണ്ടൂ. ബാക്ക് സൈഡിൽ നമ്മൾ കവർ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാനൊരു വാഷി ടേപ്പ് ഇതിൻ്റെ അടിഭാഗത്തൊന്ന് ഒട്ടിച്ചു കൊടുക്കാൻ കേട്ടോ, ഒന്നുകൂടിയും ഒരു അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലത്തെ വാഷി ടേപ്പുകൾ നമ്മൾ കയ്യിൽ വെക്കുന്നത് നല്ലതാണ്. 5 രൂപയുള്ള ഒരെണ്ണത്തിന് ഇതുപോലത്തെ ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്യാനായിട്ട് വളരെ ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ പഴയ ഡ്രസ്സുമ്പോഴൊക്കെ ഇതുപോലത്തെ നല്ല ക്യൂട്ടായിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും ഭംഗിയുള്ള സാധനങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടി നമുക്കിതിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ നമ്മുടെ ചുമരുമ്പോഴാണ് ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്. അതിനായിട്ട് നമുക്കിതിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലത്തെ ഡബിൾ സൈഡ് സ്റ്റിക്കർ ഉണ്ടല്ലോ അത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിതൊരു വാൾ ഡെക്കോർ പോലെയാണ് യൂസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിതിൽ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് നമ്മുടെ വാൾ ഡെക്കറായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിൽ ഫ്രഷ് ഫ്ലവേഴ്സാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഫ്രഷ് ഫ്ലവേഴ്സ് ആകുമ്പോൾ നമ്മൾ ഡെയിലി മാറ്റി കൊടുക്കണം. അതല്ല നിങ്ങളുടെ കയ്യിൽ നല്ല ഭംഗിയുള്ള പ്ലാസ്റ്റിക് ഫ്ലവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് ചുമരുമ്പോൾ നേരിട്ട് തൊട്ടിച്ചു കൊടുക്കാവുന്നതാണ്. നല്ല ഭംഗിയുണ്ടായിരിക്കും. അപ്പോൾ ഞാനിതിവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇപ്പോൾ ഫ്ലവറിന് അധികം വെയിറ്റ് ഒന്നും ഇല്ലാത്ത കാരണം ഈ താഴേക്ക് വീണ് പോകുന്നുള്ളൊരു പേടിയും വേണ്ട. കുറേ നാൾ ഇതിങ്ങനെ നിൽക്കും. ഇതുപോലത്തെ പല ബോക്സുകൾ ഉണ്ടാക്കിയിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു അടിപൊളി നമ്മുടെ വീടിന് നല്ലൊരു അലങ്കാരമായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മുടെ കോയിൻ ബോക്സും നന്നായിട്ട് ഉണങ്ങിയിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് എന്തായാലും ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല. ഇത്രയും ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള ബോക്സുകളൊന്നും നമുക്ക് കോയിൻ ബോക്സുകളൊന്നും വാങ്ങാനായിട്ട് കിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കിട്ടുകയാണെങ്കിൽ തന്നെ അതിനനുസരിച്ച് നമ്മൾ വിലയും കൊടുക്കേണ്ടി വരും. മാത്രമല്ല അത് നമ്മൾ ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മളത് മുറിച്ചിട്ടാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ക്യാഷ് ഇങ്ങോട്ട് എടുക്കാം. പിന്നെ നമുക്കത് റീയൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ ആകുമ്പോൾ അത് കുഴപ്പമില്ല. ഇതും നമുക്ക് അറിയുമ്പോൾ തന്നെ ഇതിനുള്ളിൽ നിന്ന് പൈസ എടുക്കാനായിട്ട് പറ്റുള്ളൂ. മാത്രമല്ല ഇത് കഴിയുമ്പോൾ ഇത് കളഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരെണ്ണം ഉണ്ടാക്കി എടുക്കാനായിട്ട് അത്ര ബുദ്ധിമുട്ടുമില്ല. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ ഇന്നത്തെ ക്രാഫ്റ്റ്. നമ്മുടെ പഴയ മെഡിസിൻ ബോക്സ് നമ്മൾ ഈ ഒരു രൂപത്തിലാക്കി എടുത്തേക്കാണ്. രണ്ടും നമുക്ക് വളരെ വളരെ ഉപകാരപ്പെടുന്ന 2 ഐറ്റംസ് ആണ് നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ എന്തായാലും പറയണം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ പറ്റുമെന്ന് ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ.